إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلوات ربي وسلامه عليه وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ 92ഓളം തവണ ആവർത്തിച്ചെടുത്തു പറഞ്ഞിട്ടുള്ള അവന്റെ നാമങ്ങളിൽപ്പെട്ട ഒന്നാണ് അസീസ് എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ധാരാളം അസ്മാഉകളുണ്ട്. അസ്മാഉൽ ഹുസ്ന ഉണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറു الذين يلحدون في اسمائه. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇതാ അല്ലാഹുവിന് ഹുസ്നയായ ധാരാളം അസ്മാഉകളുണ്ട്, നാമങ്ങളുണ്ട് എന്ന്. അഥവാ ഹുസ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിച്ച രീതിയിൽ പരിപൂർണതയെ അറിയിക്കുന്നതായ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അവരുടെ വിശ്വാസമാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെല്ലാം പരിപൂർണമായ ഒരു വിശേഷണം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 92ഓളം തവണ എടുത്തു പറഞ്ഞിട്ടുള്ള നാമങ്ങളിൽപ്പെട്ട ഒന്നാണ് അസീസ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസാണ്. ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ് വല്ലാഹു അസീസുൻ ഹകീം എന്നിങ്ങനെ ധാരാളം തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇതാ അല്ലാഹു ആകുന്നു, നിന്റെ റബ്ബാകുന്നു സർവശക്തൻ, അവനാകുന്നു അസീസ്, പ്രതാപമുള്ളവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്താണ് അസീസ് എന്നുള്ള നാമം ഉൾക്കൊള്ളുന്ന വിശേഷണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇസ്സത്തുള്ളവനാണ് എന്നാണ് അസീസിന്റെ അർത്ഥം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അതിജയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അവന്റെ ശത്രുക്കളെ, അവന്റെ ദീനിന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ കഴിവുള്ളവനാണ് അവൻ. അവൻ പ്രതാപമുള്ളവനാണ്, ഇസ്സത്തുള്ളവനാണ് അവൻ എന്നുള്ളതാണ് ഈ ഒരു അസീസ് എന്നുള്ള നാമത്തിന് പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറയാറുള്ളത്. ഇബ്നുൽ ഖയ്യിമിനെ പോലെ, ഇബ്നുൽ അസീറിനെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്, മൻ കാന യുരീദുൽ ഇസ്സ ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ആരാണോ ഇസ്സത്ത് തേടുന്നത്, ഇസ്സത്ത് ആവശ്യമുള്ളവർ ആരാണോ, പ്രതാപം ആവശ്യമുള്ളവർ ആരാണോ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് മടങ്ങട്ടെ. ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. കാരണം സകല ഇസ്സത്തും സകല പ്രതാപവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആധിപത്യത്തിലാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്
تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء. റസൂലേ പറയുക, അല്ലാഹു ആകുന്നു സർവ്വ രാജാക്കന്മാരുടെയും രാജാവ്, സർവ്വ ഭരണാധികാരികളുടെയും രാജാവ് അല്ലാഹു ആകുന്നു. തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആധിപത്യം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും ആധിപത്യം എടുത്തു കളയുന്നു. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രതാപം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നിന്ദിക്കുന്നു, അപമാനിക്കുന്നു എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകിയിട്ടുള്ള ചില കൂട്ടം ആളുകൾ, അത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് ആ കൂട്ടർ? അല്ലാഹു പറയുന്നു, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. ഇതാ അല്ലാഹു പറയുകയാണ്, ഇസ്സത്ത് അത് അല്ലാഹുവിനുള്ളതാണ്, വലി റസൂലിഹി അവന്റെ റസൂലിൻ്റെതാണ്, വലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്കുള്ളതാണ് ഇസ്സത്ത് എന്നുള്ളത്, പ്രതാപം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഇസ്സത്തുള്ളവൻ, അവനാണ് പ്രതാപമുള്ളവൻ, അവനാണ് അന്തസ്സുണ്ടാവുക. ഈ ഭൂമിയിൽ എത്ര തന്നെ സമ്പാദിച്ചു കൂട്ടിയാലും, നിന്നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആധിപത്യം ഉണ്ടായിക്കഴിഞ്ഞാലും ശരി, നിന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീൻ നീ മുറുകെ പിടിക്കുന്നില്ലയോ, ഇസ്സത്ത് അത് നിനക്കുണ്ടാവുകയില്ല, പ്രതാപം അതുണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്സത്തായിക്കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഇസ്സത്തായിക്കൊണ്ട് ഒരേ ഒരു കാര്യം മതി. ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച, ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയാണ് എന്നുള്ള ഒരു കാര്യം മാത്രം മതി നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതാപമായി നമുക്ക് തല ഉയർത്തി നടക്കാൻ. നമുക്കത് മാത്രം മതിയായതാണ്. ഇത് ഒരു കവി പാടുന്നുണ്ടല്ലോ, കഫാ ബിക ഇസ്സൻ അന്നക ലഹു അബ്ദുൻ. നിന്നെ സംബന്ധിച്ചിടത്തോളം പ്രതാപമായിക്കൊണ്ട് ഒരേ ഒരു കാര്യം മതി. എന്താണത്? അന്നക ലഹു അബ്ദുൻ, അതാ അല്ലാഹുവിന്റെ അടിമയാണ് നീ എന്നുള്ള ഒരു കാര്യം മാത്രം മതി. വകഫാ ബിക ഫഖ്റൻ അന്നഹു ലക റബ്ബുൻ. ഇതാ നിനക്ക് പൊങ്ങച്ചമായിക്കൊണ്ട് പുകഴ്ത്തലായിക്കൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു കാര്യം മതി, നിന്റെ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സർവ്വതിനെയും സൃഷ്ടിച്ചിട്ടുള്ള, സർവ്വതിന്റെയും ആധിപത്യം ഉള്ള, സർവ്വതിനെയും നിയന്ത്രിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ റബ്ബാണ് എന്നുള്ള ഒരേ ഒരു കാര്യം മതി നിനക്ക് പൊങ്ങച്ചമായിക്കൊണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. അതേ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ള ഒരു കാര്യം മാത്രം മതി. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു അടിമയാണ് എന്നുള്ള ഒരു കാര്യം മാത്രം മതി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആരാധിക്കപ്പെടുകയില്ല. അവിടുന്ന് പറഞ്ഞതായി കാണാം, ലാ തുസറൂനി കമാ അസ്റത്തിൻ നസാറ ഇബ്നു മറിയം. ഇതാ ഈസ ഇബ്നു മറിയമിന്റെ കാര്യത്തിൽ ബനു ഇസ്രായേലിയർ അതിര് കവിഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും അതിര് കവിയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു. ശേഷം പറയുകയാണ്, ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമ മാത്രമാണ്, ഞാനൊരു ഇലാഹാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ആരാധിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണെന്ന് പറയാ. അതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ കൊടുക്കേണ്ട ഹക്ക്, അവകാശം അതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കരുത് എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്സത്തോടെ, അഭിമാനത്തോടെ, പ്രതാപത്തോടെ, അന്തസ്സോടെ എടുത്തു പറഞ്ഞ കാര്യമാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മുടെ ജീവിതം എങ്ങനെയാണ് പ്രതാപത്തോടെ, ഇസ്സത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ, അവന്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എന്ന് നാം ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ. അങ്ങനെയെങ്കിൽ ഇസ്സത്ത്, ഇസ്ലാമിന്റെ ഈ ദീനിന്റെ ഇസ്സത്ത് നാം മുറുകെ പിടിക്കുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ സഹായം അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇതാ ത്വാഹയിലും ശുഅറായിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവർത്തിച്ച് പഠിപ്പിച്ചു തരുന്ന ഒരു ചരിത്രം. ഇതാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകൾക്ക് നിരന്തരമായി പറഞ്ഞു കൊടുത്തു. ഫിർഔനിനെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു.
അതാ സഹോദരങ്ങളെ, അങ്ങനെ ഫിർഔൻ അള്ളാഹുവിന്റെ റസൂലായ മൂസയെ നിഷേധിച്ചപ്പോൾ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായി അവിടത്തേക്ക് നൽകിയ ഒരു വടി, ആ വടി നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പാമ്പായി മാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, ഇത് കണ്ടതോടെ ഫറോവയും കൂട്ടറും അവർ പറയുകയുണ്ടായി, മാരണക്കാരനാണ്, കള്ളനാണ് എന്നിങ്ങനെ മൂസക്കെതിരെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അവിടുന്ന് ആ മാരണക്കാർ, അതല്ലെങ്കിൽ ആ നാട്ടിലുണ്ടായിരുന്ന ഫറോവയുടെ കൂട്ടത്തിൽപ്പെട്ട മാരണക്കാരെല്ലാം ഒരുമിച്ചുകൂടി മൂസക്കെതിരെ തിരിയുകയുണ്ടായി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ അവരെല്ലാം ഒരുമിച്ചുകൂടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മറുവശത്ത് നിൽക്കുകയാണ്. ഇതാ അവർ പറയുന്നു, فألقوا حبالهم وعصيهم وقالوا بعزة فرعون إنا لنحن الغالبون. അവരുടെ വടികളെല്ലാം താഴെയിട്ടു. ശേഷം അവർ പറയുകയാണ്, ഫിർഔനിന്റെ പ്രതാപമാണ് സത്യം, ഫിർഔനിന്റെ പ്രതാപമാണ് സത്യം, നമ്മൾ ഇന്ന് വിജയിക്കുക തന്നെ ചെയ്യും എന്ന മാരണക്കാർ പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിൽ പേടി തോന്നുകയുണ്ടായി. ഫഔജസ ഫീ നഫ്സിഹി ഖീഫത മൂസ അലൈഹിസ്സലാമക്ക് പേടി തോന്നുകയുണ്ടായി. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅല. മൂസ, നീ പേടിക്കേണ്ടതില്ല, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ആളുകളെ തൗഹീദിലേക്കാണ് ക്ഷണിച്ചത്, എന്നിലേക്കാണ് ക്ഷണിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഇന്നക അൻതൽ അഅല, മൂസ നീയാണ് വിജയിക്കുന്നത് എന്ന് മൂസ അലൈഹിസ്സലാമയ്ക്ക് വഹി നൽകി. അല്ലാഹുവിന്റെ തൗഫീഖിനാൽ അവിടുന്ന് മൂസ അലൈഹിസ്സലാം അവിടുന്ന് വടി താഴെയിട്ടപ്പോൾ അവിടുത്തെ പാമ്പ് എല്ലാ മാരണക്കാരുടെയും വടി, അതല്ലെങ്കിൽ ആ പാമ്പുകളെ വിഴുങ്ങുകയുണ്ടായി. സഹോദരങ്ങളെ, ഇസ്സത്തോടുകൂടി നിലകൊണ്ടപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങിയപ്പോൾ, പ്രതാപത്തോടെ അന്തസ്സോടെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗഹീദിന്, ആ ഇസ്സത്തിന്, ആ പ്രതാപത്തിന് ഒരു നതീജ, അതല്ലെങ്കിൽ ഒരു മറുപടിയായി, അതല്ലെങ്കിൽ ഒരു ഉത്തരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സഹായിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, എന്നും ചരിത്രത്തിൽ ഇതന്നെയാണ് ആവർത്തിച്ചു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇസ്സത്തോടുകൂടി മടങ്ങിയവരാരോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകി. അല്ലാഹു പറയുന്നുണ്ട്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. ഇതാ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സങ്കടപ്പെടേണ്ടതില്ല. വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണോ, അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരാണോ, നിങ്ങൾ പരലോകത്ത് വിശ്വസിക്കുന്നവരാണോ, അതിനുവേണ്ടി പണിയെടുക്കുന്നവരാണോ, അമലുകൾ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരുന്നവരാണോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഅൻതുമുൽ അഅലൗൻ, നിങ്ങളായിരിക്കും വിജയികൾ, ഉന്നതർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്രസയിൽ അവിടുത്തെ സഹാബികൾക്ക് പഠിപ്പിച്ചത്. ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അദ്ദേഹം കാഫിറായ കാലത്ത് ഒരു വസ്ത്രം കാണുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉദ്ദേശിച്ചു വാങ്ങുകയും ചെയ്തു. അവിടുന്ന് അന്ന് കാഫിറാണ് സഹോദരങ്ങളെ. അങ്ങനെ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിശ്വാസിയായതിനാൽ തന്നെ അവിടുന്ന് അത് സ്വീകരിച്ചില്ല, നേരെ മറിച്ച് അതിനൊരു പണം നൽകുകയും അത് ഹകീം ഇബ്നു ഹിസാമിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. അവിടുന്ന് ഒരു ദിവസം അത് ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നു. സഹാബികൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് സഹാബികൾ പഠിപ്പിക്കുകയാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മടക്കി വെച്ച് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് നൽകുകയുണ്ടായി. സഹോദരങ്ങളെ, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, അൻത തൽബസു ഹുല്ലത ദിൽ യസൻ, നീയാണോ യമനിലെ രാജാവായ, യമനിലെ ഭരണാധികാരിയായ ദിൽയസന്റെ വസ്ത്രം ധരിക്കുന്നത് എന്ന്? അതെ, ആ വസ്ത്രം അത് യമനിലെ ഭരണാധികാരിയായിരുന്ന ദിൽയസനിന്റെ വസ്ത്രമായി അറിയപ്പെട്ട വസ്ത്രമായിരുന്നു. ഒരു അടിമയായ ഉസാമ, നീയാണോ ഈ വസ്ത്രം ധരിക്കുന്നത് എന്ന് ഹകീം ഇബ്നു ഹിസാം ചോദിച്ചപ്പോൾ അവിടുന്ന് ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിൽ വളർന്നു വന്ന,
അവിടുത്തെ അധ്യാപനങ്ങൾ ലഭിച്ച ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു മറുപടി നൽകുകയാണ്, അന ഖൈറും മിൻ ദി യസൻ, ആ കാഫിറായ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്ന അകാഫിറായ വ്യക്തിയേക്കാൾ എന്തുകൊണ്ടും ഖൈറ് ഞാനാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അവിടുത്തെ വിധിവിലക്കുകൾ പാലിക്കുന്ന ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഞാനാണ് എന്ന് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയുകയാണ്. സഹോദരങ്ങളെ, അതായിരുന്നു സഹാബികൾ. ഇസ്സത്തോടുകൂടി ആര് കളിയാക്കാൻ വന്നാലും, ഈ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ആര് മോശക്കാരനാക്കി വന്നാലും അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ തല ഉയർത്തിക്കൊണ്ട് മറുപടി നൽകിക്കൊണ്ടായിരുന്നു അവരുടെ ശീലം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ സംഭവം അദ്ദേഹത്തിലേക്ക് ഒരു വ്യക്തി കൊണ്ട് പറയുകയാണ്, ഖദ് അല്ലമകും നബിയുകും കുല്ല ഷൈ ഹത്തൽ ഖിറാഅ, നിങ്ങൾക്ക് നിങ്ങളുടെ നബി സകല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, അഥവാ നിങ്ങളുടെ ആവശ്യ നിർവഹണങ്ങളുടെ സന്ദർഭത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പോലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അവിടുന്ന് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലിന്റെ മദ്രസയിൽ പഠിച്ചു വളർന്ന സഹാബി, അദ്ദേഹം പറയുകയാണ്, അജൽ, അതെ, അല്ലാഹുവിന്റെ റസൂൽ നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നഹാന അൻ നസ്തഖ്ബില അൽ ഖിബ്ല بغائط أو بول أو نستنجي باليمين أو يستنجي أحدنا بأقل من 3 أحجر أو نستنجي برجيع أو عظم. അതെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ മലമൂത്ര വിസർജനങ്ങളുടെ സന്ദർഭത്തിൽ പാലിക്കപ്പെടേണ്ട മര്യാദകൾ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്രമേൽ ഈ ദീൻ പൂർണ്ണമാണ്, പരിപൂർണമാണ് എന്ന് ഇസ്സത്തോടുകൂടി പ്രതാപത്തോടുകൂടി മറുപടി പറയുകയുണ്ടായി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഇതാണ് എക്കാലത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. സഹാബികൾ, നമ്മുടെ മുൻഗാമികൾ, ആരിലേക്ക് നോക്കിയാലും അവരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഒരു രീതിയിലുള്ള മറുപടികളായിരിക്കും, ഈ ഒരു രീതിയിലുള്ള അഭിസംബോധനകളായിരിക്കും. ഇതാണ് സഹാബികളുടെ രീതി, ഇതാണ് മുസ്ലിമീങ്ങൾ സലഫുകളുടെ രീതി. അവർ ഇസ്സത്തോടുകൂടി ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാറുണ്ടായിരുന്നു. ഇതാ അബൂബക്കർ അൽ ബാഖില്ലാനി, അതല്ലെങ്കിൽ അബൂബക്കർ അൽ ബാഖില്ലാനി എന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഒരിക്കൽ റോമിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഭരണാധികാരികൾക്കിടയിൽ, അതല്ലെങ്കിൽ അവിടെ ഒരു ക്രൈസ്തവരുമായ ഒരു ചർച്ച, ഒരു കൂടിക്കാഴ്ചക്ക് പോവുകയാണ്. ഇറാഖിലെ ഭരണാധികാരി അയച്ചതാണ് അബൂബക്കർ അൽ ബാഖില്ലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം പോവുകയും അദ്ദേഹം റോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു, റോമക്കാർ, അതല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആ ഭരണാധികാരിക്ക് മുമ്പിൽ തലകുനിക്കേണ്ടതുണ്ട് എന്ന്. റോമക്കാർക്കാകട്ടെ അബൂബക്കർ അൽ ബാഖില്ലാനി റഹിമഹുല്ലാഹ് അറിയാം, അദ്ദേഹം ഇതിന് വഴങ്ങാത്ത ഒരാളായിരുന്നു, ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം അബൂബക്കർ അൽ ബാഖില്ലാനി റഹിമഹുല്ലാഹ് വരുന്നു എന്നറിഞ്ഞ റോമയിലെ ഭരണാധികാരി അദ്ദേഹം ഉത്തരവിടുകയാണ്, ഇതാ ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയ വാതിൽ അതടക്കണം. അങ്ങനെ ചെറിയൊരു വാതിലുണ്ട്. അബൂബക്കർ അൽ ബാഖില്ലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം കുനിഞ്ഞു കയറും. അങ്ങനെയെങ്കിൽ അതല്ലെങ്കിൽ അബൂബക്കർ അൽ ബാഖില്ലാനി കുനിഞ്ഞുകൊണ്ട് കയറുമ്പോഴെങ്കിലും എന്നെ കണ്ട് കുനിഞ്ഞു എന്നോർത്ത് എനിക്ക് സമാധാനിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഉത്തരവിടുകയാണ് അവിടുത്തെ ഭരണാധികാരി. ഇതറിഞ്ഞ അബൂബക്കർ അൽ ബാഖില്ലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം റോമിലേക്ക് വരുമ്പോൾ ഇത് മനസ്സിലായി, ഭരണകൂടം ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പിൻഭാഗം ആ ഭരണാധികാരിയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രവേശിക്കുകയാണ് ആ കൊട്ടാരത്തിനുള്ളിലേക്ക്. അതായിരുന്നു നമ്മുടെ സലഫുകൾ, മുൻഗാമികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലല്ലാതെ കുനിയുമായിരുന്നില്ല, തലകുനിക്കുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഒരു നിലപാട് സ്വീകരിച്ചോ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവർക്കൊരു ഓപ്ഷൻ ഇല്ല, മറ്റൊരു തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. സഹോദരങ്ങളെ, ഇതായിരുന്നു നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന രീതി. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഷാമിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടതും ഇതാ സുജൂദിലേക്ക് വീഴുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ മുആദ്, എന്താണിത്? മാ ഹാദാ, എന്താണിത്? നീ എന്താണ് ചെയ്യുന്നത് മുആദേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു.
മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ സ്വദേഹത്തെക്കാൾ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം അവിടുന്ന് മറുപടി നൽകുകയാണ്, ഇതാ ഷാമിലേക്ക് പോയപ്പോൾ അവിടുത്തെ ആളുകൾ അവരുടെ നേതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ വിലക്കി, ലാ തഫഅലു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, താങ്കൾ അങ്ങനെ ചെയ്യരുത് എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു. ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമർ വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുൻ എന്നുള്ള ആശയം, അഥവാ സൂര്യനോ ചന്ദ്രനോ അല്ല നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്, അവരുടെ മുമ്പിലല്ല നിങ്ങൾ തലകുനിക്കേണ്ടത്, അവയൊക്കെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുക എന്നുള്ള ആശയം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇതാ റോമക്കാർ അവർ കത്തെഴുതുകയാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ വിട്ടെറിഞ്ഞിട്ടില്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ നാം ഉന്മൂലനം ചെയ്യും, നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ നിങ്ങളെ നാം ഇല്ലാതാക്കും എന്ന് അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് കത്തെഴുതിക്കൊണ്ട് അറിയിക്കുകയാണ്. മുആദ് ബിൻ ജബൽ അല്ലെങ്കിൽ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരികെ മറുപടി നൽകി, നമ്മെ സംബന്ധിച്ചിടത്തോളം എണ്ണപ്പെരുപ്പമല്ല നമുക്ക് വലുത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഊരപ്പെട്ട വാൾ അറിയിക്കപ്പെട്ടിട്ടുള്ള സൈഫും മിൻ സുയൂഫില്ലാഹിൽ മസ്ലൂൽ എന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ നാം അങ്ങോട്ട് അയക്കുകയാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു കത്തെഴുതി. ഇസ്സത്തോടുകൂടി, പ്രതാപത്തോടുകൂടി, അന്തസ്സോടുകൂടി അവർക്ക് മറുപടി നൽകി. സമാനമായ സംഭവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇതാ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഷാമിലുണ്ടായിരുന്നു. അവർക്കെതിരെ അവിടുത്തെ ഭരണാധികാരികൾ പീഡനങ്ങൾ അഴിച്ചുവിടാൻ ആരംഭിച്ചു. ഈ വാർത്ത അറിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് കത്തെഴുതുകയാണ്, അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് കത്തെഴുതുകയാണ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, എണ്ണപ്പെരുപ്പം കണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതാ ശേഷം അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സൈന്യത്തെ നിയോഗിച്ചു. അവിടുന്ന് ഷാമിലേക്ക് പോയി ഖാലിദ് ഇബ്നുൽ വലീദ് അവിടുത്തെ മുസ്ലിമീങ്ങളോട് പറയുകയുണ്ടായി, ലാ യഹൂലന്നകും കസ്റത്തുൽ ജുമൂഅ ഫഇന്നല്ലാഹ ബരീഉം മിൻഹും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എണ്ണപ്പെരുപ്പം കണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. അധികം എണ്ണമൊന്നും നമുക്കുണ്ടാവുകയില്ല. എണ്ണമാണ് നിങ്ങൾ വെക്കുന്ന മാനദണ്ഡമെങ്കിൽ അതാ കുഫാറുകളുടെ അടുക്കലാണ് ധാരാളം ആളുകളുള്ളത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഫഇന്നല്ലാഹ ബരീഉം മിൻഹും, അല്ലാഹു അവരിൽ നിന്നും അകന്നു നിൽക്കുകയാണ്, അവർക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല എന്ന് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ശേഷം ഇതാ ആ സൈന്യത്തെ ആ ഷാമിലെ കുഫാറുകൾക്കെതിരെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ റിവായത്ത് അതല്ലെങ്കിൽ ഈ അസർ റിവായത്ത് ചെയ്ത റാവി പഠിപ്പിക്കുകയാണ്, പറഞ്ഞു തരികയാണ്, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അവർക്ക് അഥവാ എതിരാളികൾക്ക്, ശത്രുക്കൾക്ക് ഇതാ ഈ ആകാശ ഭൂമികളുടെ അതല്ലെങ്കിൽ കൊതുകിന്റെ ചിറകിന്റെ വില പോലും അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ പണയം വെക്കുന്നു, വീട് വെക്കാൻ പലിശ എടുക്കുന്നു, 2 വണ്ടി വീട്ടിൽ കിടപ്പുണ്ട്, മൂന്നാമതൊരു വണ്ടി കൂടി വേണം, അതാ പലിശയിലേക്ക് പോവുകയാണ്, ലോൺ എടുക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. അല്ലാഹു ഹറാമാക്കിയ മ്യൂസിക് ഇതാ അവരുടെ ജീവിതത്തിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിലക്കിയ കാര്യമല്ല അത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തോടുകൂടി ആ മ്യൂസിക് കേൾക്കാൻ പറയുന്ന ആളുകളോട് അതല്ലെങ്കിൽ നമ്മെ മ്യൂസിക്കിലേക്ക് ക്ഷണിക്കുന്ന ആളുകളോട്, സിനിമകളിലേക്ക് വിളിക്കുന്നവരോട് നമുക്ക് ഇസ്സത്തോടുകൂടി പറയാൻ കഴിയേണ്ടതില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുണ്ട്, ഈ ദീൻ അത് പഠിപ്പിക്കാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന്. ഇതാ ആളുകൾ
നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കുമ്പോൾ അവർക്ക് മടിയാവുകയാണ്, ഇന്നത്തെ ട്രെൻഡുകളോടൊപ്പം ചേരുന്നില്ലല്ലോ എന്നാലോചിച്ച് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഈ ദീൻ എന്നേക്കുമായിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കാലാകാലത്തേക്കും വേണ്ടി ഇറക്കിയ ദീനാണിത്. എല്ലാം അറിയുന്ന, എല്ലാത്തിനെ കുറിച്ചും അറിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പരിപൂർണമായി, അതല്ലെങ്കിൽ പരിപൂർണതയുടെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ് അവൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദീൻ അത് മുറുകെ പിടിക്കുന്നതിലൂടെ ഒന്നും തന്നെ കുറയാനില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതുപോലെ, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ, ഇതാ നമ്മൾ നിന്ദ്യരായിരുന്ന ഒരു സമൂഹമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കള്ളിലും സംഗീതത്തിലും അതുപോലെ തന്നെ മറ്റുള്ള തിന്മകളിലുമെല്ലാം ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു നമ്മുടേത്. ആക്ഷേപിക്കപ്പെട്ട അപമാനത്തിന്റെ ഒരു ജീവിതം. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്ലാം കൊണ്ട് നമുക്ക് ഇസ്സത്ത് നൽകി, പ്രതാപം നൽകി. ഫമഹ്മബ്തഗൈനൽ ഇസ്സത ബിഗൈരിഹി അദല്ലനല്ലാഹ്, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള ദീൻ അതിന് പുറമേയുള്ള മറ്റെന്തെങ്കിലും കൊണ്ട് ആരെങ്കിലും ഇസ്സത്ത് തേടിപ്പോയാൽ, ഇതാ സമ്പത്ത് വേണം, സമ്പത്തിലൂടെ എനിക്ക് പ്രതാപം നേടണം, അന്തസ്സ് നേടണം എന്ന് പറയുന്നവർ, സഹോദരങ്ങളെ ആലോചിക്കുക, ആധിപത്യത്തിലൂടെയാണ് ഇസ്സത്ത് ലഭിക്കുക എന്നാലോചിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം, ആധിപത്യം ലഭിച്ചാലാണ് ഇസ്സത്ത് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നവർ, സഹോദരങ്ങളെ നിങ്ങൾക്ക് തെറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള ഈ ദീനിലാണ് സകല പ്രതാപവും നിലകൊള്ളുന്നത്. അവന്റെ വിധിവിലക്കുകൾ അത് ജീവിതത്തിൽ പാലിക്കുന്നതിലാണ് സകല പ്രതാപവും നിലകൊള്ളുന്നത്, സകല അന്തസ്സും നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഇസ്സത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുക. അവിടുന്ന് വിലക്കിയ ഒരു കാര്യമാണോ താടി വെടിക്കരുത് എന്ന് അവിടുന്ന് പഠിപ്പിച്ചോ, സഹോദര, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കർമ്മം, ആ ഒരു തിന്മ അതൊരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഏതേത് കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നിന്നും പാടെ അത് ഉപേക്ഷിക്കുക. അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد. الله سبحانه وتعالى വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ദീനിലാകുന്നു എല്ലാവിധ ഇസ്സത്തും നിലകൊള്ളുന്നത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കാകുന്നു പ്രതാപമുണ്ടാവുകയുള്ളൂ. അതല്ലാതെ സമ്പാദ്യത്തിന് പിന്നാലെ പോയി ദുനിയാവിന്റെ വളവളപ്പുകൾക്ക് പിന്നിൽ പോയി അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കാലെടുത്തു വെച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അപമാനിക്കുക തന്നെ ചെയ്യും. വതുദില്ലു മൻ തശാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നിന്ദിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതാപം കൈവരിക്കാൻ സാധിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇദാ തബായഅതും ബിൽ ഐന وأخذتم أذناب البقر ورضيتم بالزرع وتركتم الجهاد سلط الله عليكم ذلا. ഇതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ദുനിയാവിന്റെ പിന്നിൽ, കച്ചവടങ്ങൾക്ക് പിന്നിൽ പോയി കൃഷിയും മറ്റു കാര്യങ്ങളും ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ, അങ്ങനെ ജിഹാദിനെ തൊട്ടും മറ്റുള്ള സൽക്കർമ്മങ്ങളെ തൊട്ടും നിങ്ങൾ മറന്നു, അതിൽ നിന്നും നിങ്ങൾ പിന്മാറിക്കൊണ്ടേയിരുന്നു, ദുനിയാവിന്റെ ആളുകളായി തീരുന്നു.
തീരുന്നുവെങ്കിൽ സല്ലതല്ലാഹു അലൈക്കും ദുല്ല, ഇതാ നിങ്ങൾക്ക് മേൽ അപമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കും, അല്ലാഹു നിങ്ങളെ അപമാനിക്കുക തന്നെ ചെയ്യും എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശേഷം പഠിപ്പിക്കുകയാണ് ലാ യൻസിഉഹു ഷൈ ഹത്താ തർജിഉ ഇലാ ദീനിക്കും. ഇതാ ആ അപമാനം, അതിനെ ഊരിക്കളയാൻ, അതിൽ നിന്നും പിന്മാറാൻ, അത് ഒഴിച്ചു നിർത്താൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. എത്ര വരെ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് മടങ്ങുന്നത് വരെ, അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വരെ. അങ്ങനെ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നവരായി കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്നവരായി കഴിഞ്ഞാൽ, അമലുകളിൽ മുന്നേറുന്നവരായി കഴിഞ്ഞാൽ, സംഗീതം ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിക്കുന്നവരായി കഴിഞ്ഞാൽ, ഇതാ യൂറോപ്യൻ കൾച്ചറുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും വെടിയുന്നവരായി കഴിഞ്ഞാൽ, ഹിജാബ് അത് ധരിക്കുന്നവരായി കഴിഞ്ഞാൽ, ഹിജാബ് വീട്ടിലുള്ളവരെ ധരിപ്പിക്കുന്നവരായി കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രതാപം നിങ്ങൾക്ക് തിരിച്ചു നൽകും, തിരികെ നൽകും എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതെ, അള്ളാഹുവിൽ മടങ്ങാതെ നമുക്ക് ഇസ്സത്ത് ലഭിക്കുകയില്ല. അള്ളാഹുവിലേക്ക് മടങ്ങാതെ ഇസ്സത്ത് ലഭിക്കുകയില്ല. സ്ഥാനമാനങ്ങൾ കൊണ്ട് ഇസ്സത്ത് ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലല്ലാതെ സഹോദര ഇസ്സത്ത് അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. അത് അള്ളാഹുവിന്റെ ദീൻ അടിയുറച്ച് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വരെ അതിന് സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم عليك بالمشركين ومن عاونهم وناصرهم. اللهم عليك بالمشركين ومن عاونهم وناصرهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين يا رب العالمين. يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كلها ولا تكلنا إلى أنفسنا طرفة عين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها، أنت وليها ومولاها يا رب العالمين. وصلى الله وسلم على رسوله الأمين. وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون.